പത്തരമാറ്റിൽ ഇനി വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവയാനി ഹോസ്പിറ്റലിലായതിന് പിന്നിൽ നയനയെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് നവ്യയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. നയനയെ കുറ്റപ്പെടുത്തുന്നവർക്ക് നവ്യ നല്ല രീതിയിൽ മറുപടി കൊടുക്കുന്നുണ്ടെങ്കിലും ഇതങ്ങനെ വെറുതെ വിട്ടുകൂടാ. എത്രയും പെട്ടെന്ന് തന്നെ കുറ്റവാളികളെ കണ്ടുപിടിക്കണം എന്ന ഉറച്ച തീരുമാനത്തിലാണ് നവ്യ. നവ്യ ഇങ്ങനെ ചിന്തിക്കുകയാണ്, പാവം എൻ്റെ നയന, എല്ലാത്തിനും പഴി കേൾക്കുന്നത് അവൾക്കാണല്ലോ. അവളുടെ അമ്മായിമ്മ അവൾ അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ മാത്രമാണ് അവൾ കേൾക്കുന്നത്. ഇതങ്ങനെ വെറുതെ വിട്ടുകൂടാ, എന്തായാലും ഒരു പരിഹാരം കാണണം എന്നൊക്കെ നവ്യ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നവ്യയുടെ മനസ്സിലേക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. അനാമികയ്ക്കും രേവതിക്കും പായസത്തിൽ പണി കൊടുത്തതിൻ്റെ പിറ്റേന്ന് അനാമികയും രേവതിയും പതിവില്ലാതെ ജോഗിങ്ങിന് പോയതൊക്കെ ഓർമ്മ വരികയാണ് നവ്യയ്ക്ക്. എന്തിനാണ് അവർ അത്ര നേരത്തെ ജോഗിങ്ങിന് പോയത്? ജോഗിങ്ങിന് പോകുന്ന പതിവൊന്നും അവർക്കില്ലല്ലോ. ആരെയെങ്കിലും കാണാൻ വേണ്ടിയിട്ടായിരിക്കുമോ അവർ പോയത്? അങ്ങനെ ഓരോ കാര്യങ്ങളും ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നവ്യയ്ക്ക് അവിടുത്തെ CCTV ക്യാമറയെക്കുറിച്ച് ഇങ്ങനെ ഓർമ്മ വരുന്നത്. CCTV ഒന്ന് ചെക്ക് ചെയ്താലോ, എന്തെങ്കിലും തുമ്പ് കിട്ടാതിരിക്കില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് ആരും തിരിച്ചു വരാത്ത സ്ഥിതിക്ക് അതെൻ്റെ കയ്യിൽ കിട്ടും. എന്തായാലും ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് നവ്യ എന്തോ തീരുമാനിച്ചതുപോലെ CCTV ഫുട്ടേജൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ നവ്യ CCTV ദൃശ്യങ്ങൾ ഓരോന്നായിട്ട് നോക്കുകയാണ്. അനാമികയും രേവതിയും ജോഗിങ്ങിന് പോയ അന്നത്തെ ദിവസത്തെ CCTV ദൃശ്യമായിരിക്കും നവ്യ ആദ്യം നോക്കുന്നത്. അനാമികയും രേവതിയും എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ട് അനന്തപുരിയുടെ പടികൾ കയറി വരുന്ന ദൃശ്യങ്ങളാണ് നവ്യ ആദ്യം കാണുന്നത്. നവ്യ ആ ദൃശ്യങ്ങൾ ഇങ്ങനെ നിരീക്ഷിക്കുകയാണ്. ആ സമയത്താണ് അനാമികയുടെ കയ്യിൽ എന്തോ ഒരു പൊതിയുള്ളത് നവ്യ കാണുന്നത്. എന്താ അനാമികയുടെ കയ്യിൽ കാണുന്നത്? മൊബൈലല്ലല്ലോ. അങ്ങനെ നവ്യ ആ വീഡിയോ സൂം ചെയ്ത് നോക്കുകയാണ്. ആ സമയത്താണ് അനാമികയുടെ കയ്യിൽ ഒരു ബോട്ടിലുള്ളത് നവ്യ കാണുന്നത്. അത് കണ്ടത് നവ്യ നടുങ്ങുന്നുണ്ട്. അത് ശരി, എൻ്റെ ഊഹം തെറ്റിയില്ല. അവൾ ഇത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ജോഗിങ്ങിന് എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയത്. പക്ഷെ അവളുടെ കയ്യിലുള്ളത് വിഷമാണെന്ന് എങ്ങനെ ഉറപ്പിക്കും? എന്തായാലും അനാമിക ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് നന്നായി. അനിയാണെങ്കിൽ ഹോസ്പിറ്റലിലും. ഇതാണ് പറ്റിയ അവസരം. അവരുടെ റൂം ഒന്ന് ചെക്ക് ചെയ്തേക്കാം, എന്തെങ്കിലും തുമ്പ് കിട്ടാതിരിക്കില്ല. ഉടനെ തന്നെ ഈ CCTV ദൃശ്യങ്ങൾ തൻ്റെ ഫോണിലേക്ക് പകർത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ആ ദൃശ്യങ്ങൾ തൻ്റെ ഫോണിലേക്ക് പകർത്തുന്നുണ്ട്. അങ്ങനെ അധികം വൈകാതെ തന്നെ ജാനകിയുടെയും ജലജയുടെയും ഒന്നും കണ്ണിൽപ്പെടാതെ അനാമികയുടെയും അനിയുടെയും റൂമിലേക്ക് എത്തുന്നുണ്ട് നവ്യ. പുറത്തുപോയ അവളുടെ കയ്യിൽ ഒരു ബോട്ടിൽ കണ്ട സ്ഥിതിക്ക് എന്തെങ്കിലും തുമ്പ് കിട്ടാതിരിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നവ്യ അവിടെയെല്ലാം പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ഷെൽഫിലും റാക്കിലും കട്ടിൻ്റെ അടിയിലൊക്കെ നവ്യ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നവ്യയ്ക്ക് ഒരു തുമ്പും കിട്ടുന്നില്ല. താൻ വിചാരിച്ചതുപോലെ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ എന്നൊക്കെ നവ്യ നിരാശപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് നവ്യ കാണുന്നത്. നവ്യ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈ വേസ്റ്റ് ബാസ്ക്കറ്റ് നിറഞ്ഞിട്ടും ഇവിടെ എന്താണ് അതൊന്നും കൊണ്ട് പുറത്തേക്ക് ഇടാത്തത്? ക്ലീനിങ്ങിന് വരുന്ന മീനാക്ഷി അമ്മ കുറച്ച് ദിവസമായിട്ട് ലീവാണ് എന്ന് കരുതി അവളുടെ റൂമെങ്കിലും അവൾക്കൊന്ന് വൃത്തിയാക്കിക്കൂടെ? ഇതൊന്നും ചെയ്യാതെയാണോ അവൾ എന്നെയും നയനെയും പഠിപ്പിക്കാൻ വേണ്ടി വരുന്നത്? എന്തൊരു അഹങ്കാരിയാണ് അവൾ. ഇന്നത്തോടെ അഹങ്കാരം നിർത്തിക്കൊടുക്കുക എന്നൊക്കെ നവ്യ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നവ്യയുടെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത വരുന്നത്. തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ബോട്ടിൽ ആ ബാസ്ക്കറ്റിൽ ഉണ്ടാകുമോ എന്ന് ചിന്തിക്കുകയാണ് നവ്യ. എന്തായാലും താൻ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചില്ലേ, ആ ബാസ്ക്കറ്റിലും കൂടി ഒന്ന് നോക്കാം എന്ന് തീരുമാനിക്കുകയാണ് നവ്യ. അങ്ങനെ നവ്യ ആ ബാസ്ക്കറ്റ് സെർച്ച് ചെയ്യുമ്പോൾ നവ്യ വിചാരിച്ചതുപോലെ തന്നെ സംഭവിക്കുകയാണ്. അങ്ങനെ നവ്യ നെട്ടലോടെ ആ കാഴ്ച കാണുകയാണ്. അങ്ങനെ ബാസ്ക്കറ്റിൽ നിന്ന് വിഷത്തിൻ്റെ ബോട്ടിൽ കണ്ടെടുക്കുകയാണ് നവ്യ. അങ്ങനെ നവ്യ ആ ബോട്ടിൽ നോക്കുന്ന സമയത്ത് അത് വിഷത്തിൻ്റെ ബോട്ടിലാണെന്ന് നവ്യ മനസ്സിലാക്കുകയാണ്. പ്രതീക്ഷിച്ചിരുന്നതാണെങ്കിലും അത് നോക്കുന്ന സമയത്ത് നവ്യ ആകെ നടുങ്ങുകയാണ്. ഇത്രയും ക്രൂരമായ മനസ്സുള്ളവർ അനന്തപുരിയിലുണ്ടല്ലോ എന്നോർത്ത് നവ്യ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. ഇതങ്ങനെ വെറുതെ വിട്ടുകൂടാ. ഇവളുടെ മുഖംമൂടി എല്ലാവരുടെ മുന്നിൽ വെച്ച് വലിച്ചു കീറണം. അനാമിക ശരിക്കും ആരാണെന്ന് ആദ്യം തിരിച്ചറിയേണ്ടത് നയനയുടെ അമ്മായിമ്മ തന്നെയാണ്. സ്വന്തം മരുമകളെ വെറുത്ത് നെഞ്ചിലേറ്റി നടന്ന മറ്റേ മരുമകളുടെ സ്വഭാവം എന്തായാലും അമ്മായി തിരിച്ചറിയണം. എന്തായാലും ഒട്ടും സമയം കളയാതെ ഈ തെളിവുകളുമായി ഹോസ്പിറ്റലിൽ എത്തണം. എന്നിട്ട് ഉടനെ തന്നെ ഈ തെളിവുകൾ ആദർശേട്ടനെയും നയനെയും കാണിക്കണം. എന്തായാലും അവർ പറയുന്നത് പോലെ തന്നെ ചെയ്യാം എന്നൊക്കെ തീരുമാനിക്കുകയാണ് നവ്യ. അങ്ങനെ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച നവ്യ ആ തെളിവുകളെല്ലാം ഭദ്രമായി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഡ്രസ്സ് മാറി നയനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് നവ്യ. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് നയനെ തലമിഞ്ഞ് വീണതൊക്കെ നവ്യ അറിയുന്നത്. നയന നവ്യയുടെ അടുത്ത് ഇങ്ങനെ തളർന്ന് കിടക്കുകയാണ്. എന്താ മോളെ ഇത്? നീ നിന്റെ ശരീരം നോക്കാതെയാണോ അമ്മായിമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തത്? എന്നിട്ടിപ്പോൾ എന്തെങ്കിലും ഒരു ഗുണമുണ്ടായോ? അവരെപ്പോഴും നിന്നെയല്ലേ കുറ്റപ്പെടുത്തുന്നത്? സാരമില്ല ചേച്ചി, ഞാൻ ഒന്നും പ്രതീക്ഷിച്ചല്ല അവർക്ക് ബ്ലഡ് കൊടുത്തു എന്ന് കരുതി അവർക്ക് എന്നോട് സ്നേഹമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുമില്ല. ഒന്നുമില്ലെങ്കിലും അവർ ആദർശേട്ടൻ്റെ അമ്മയല്ലേ. ഇങ്ങനെയൊരു അവസ്ഥയിൽ അവർ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ നോക്കി നിൽക്കുന്നതെന്ന് പറയുകയാണ് നയന. ആദർശേട്ടൻ്റെ അമ്മ എന്നെ സ്നേഹിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അവർക്കൊരു കുഴപ്പവുമില്ലാതെ അനന്തപുരിയിലേക്ക് വന്നാൽ മാത്രം മതി എന്നൊക്കെ പറയുകയാണ് നയന. നീ വിഷമിക്കേണ്ട നയനെ, എല്ലാവരുടെ അഹങ്കാരം ഇന്നത്തോടു കൂടി നിലയ്ക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്.
ചേച്ചി എന്താണ് ഈ പറയുന്നത് എന്നൊക്കെ നയന ചോദിക്കുമ്പോൾ അതേ മോളെ ആ പാല് വിഷം കലക്കിയത് ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു എന്നൊക്കെ നവ്യ പറയുമ്പോൾ ചേച്ചി എന്താണ് ഈ പറയുന്നത് എന്നൊക്കെ നയന ചോദിക്കുകയാണ്. അതേ മോളെ നിന്റെ അമ്മായിമ്മയെ കൊല്ലാൻ ശ്രമിച്ചവരെ ഞാൻ കണ്ടുപിടിച്ചു. ഇത് കേൾക്കുമ്പോൾ നയനയാണെങ്കിൽ ആകെ നടുങ്ങി പോവുകയാണ്. സത്യമാണ് ചേച്ചി പറയുന്നത്. ചേച്ചി എങ്ങനെ കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്. അത് ചെയ്തതാരാ? ചേച്ചി സംശയിച്ചതുപോലെ ചേച്ചിയുടെ ഭർത്താവും അമ്മായിമ്മയും ഒക്കെ ആയിരുന്നോ എന്നൊക്കെ നയന ചോദിക്കുമ്പോൾ അതേ മോളെ ആദ്യം ഞാൻ അവരെയാണ് സംശയിച്ചതെങ്കിലും അവർക്ക് ഇതിലൊന്നും പങ്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അബിയുടെ അന്നത്തെ മാറ്റം അത് ഞാൻ കണ്ടുപിടിച്ചോളാം. വല്യമ്മയെ കൊല്ലാൻ ശ്രമിച്ചവർ ആ പായസത്തിൽ നമുക്ക് പണി തന്നവരില്ലേ അവർ തന്നെയാണ്. ഇതൊന്ന് കണ്ടു നോക്ക് നയനെ എന്ന് പറഞ്ഞുകൊണ്ട് അവ തൻ്റെ ഫോണിലെ CCTV ദൃശ്യം നയനയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടില്ല നയനെ പുറത്തു പോയ അനാമികയുടെ കയ്യിൽ ഒരു ബോട്ടിലിരിക്കുന്നത്. ശരിയാ അവളുടെ കയ്യിൽ എന്തോ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇത് വെച്ച് എങ്ങനെയാണ് നമ്മൾ തെളിയിക്കുക? ഈ ഒരു തെളിവ് മാത്രമല്ല എൻ്റെ കയ്യിലുള്ളത്, ഇതും കൂടി ഒന്ന് നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വിഷത്തിൻ്റെ ബോട്ടിൽ നയനയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് നവ്യ. അതൊരു കവറിലായിരുന്നു നവ്യ പിടിച്ചത്. ഈ ഒഴിഞ്ഞ വിഷത്തിൻ്റെ ബോട്ടിൽ അനാമികയുടെ റൂമിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. ആ CCTV ദൃശ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നിയതാണ്. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ അവളുടെ റൂമിൽ പോയി ചെക്ക് ചെയ്തു. അപ്പോഴാണ് വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് ഈ ബോട്ടിൽ കിട്ടിയത്. അത് അവൾ പുറത്ത് കൊണ്ടുപോയി ഇടാൻ മറന്നതാവും. അതേതായാലും നന്നായി. അവളെ കൊടുക്കാൻ ഇതിന് വലിയൊരു തെളിവ് വേണോ എന്നൊക്കെ നവ്യ ചോദിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആ സമയത്താണ് ആദർശ് അങ്ങോട്ട് വരുന്നത്. ആദർശ് വരുമ്പോൾ തന്നെ നവ്യ ചോദിക്കുകയാണ്, ആദർശേട്ടാ നയനയെ എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ? അവർക്കെല്ലാം നല്ലൊരു തിരിച്ചടി കൊടുക്കാൻ പറ്റിയ തെളിവുമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആദർശേട്ടൻ ഇതൊന്ന് നോക്കിയേ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലെ തെളിവുകളെല്ലാം ആദർശിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് നവ്യ. അത് കണ്ടതും ആദർശാണെങ്കിൽ നടുങ്ങി പോവുകയാണ്. ഇത് നമ്മുടെ വീട്ടിലെ CCTV ദൃശ്യങ്ങളല്ലേ, ഞാൻ എന്താണ് ഇത് മറന്നുപോയത്? അമ്മ ഹോസ്പിറ്റലായതിൻ്റെ ടെൻഷൻ കാരണം ഞാനതൊന്നും ഓർത്തില്ല. എന്തായാലും ആ അനാമികയാണ് ചെയ്തതെന്ന് ഉറപ്പായില്ലേ. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയെ ഈ അവസ്ഥയിൽ എത്തിച്ച അവളെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. ഇനി അനിയെക്കുറിച്ചോ അവൻ്റെ ജീവിതത്തെക്കുറിച്ചോ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഇനി നമ്മൾ പ്രതികരിക്കാതിരുന്നാൽ അവർ വീണ്ടും ആവർത്തിക്കും. ഈ വിഷത്തിൻ്റെ ബോട്ടിൽ ഞാനൊന്ന് ഡോക്ടറെ കാണിച്ചിട്ട് വരാം. ഈ ബോട്ടിലിലെ വിഷം തന്നെയാണോ അമ്മയുടെ ശരീരത്തിൽ എന്നറിയണം. അങ്ങനെ ബോട്ടിലുമായി ആദർശ് ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ആദർശ് ഡോക്ടറോട് പറയുകയാണ്. അങ്ങനെ ആ ബോട്ടിൽ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഡോക്ടർ തിരിച്ചറിയുന്നുണ്ട് ദേവയാൻ്റെ ഉള്ളിൽ ചെന്ന വിഷം അത് തന്നെയാണെന്ന്. എവിടെ നിന്ന് കിട്ടിയതാണ് എന്നൊക്കെ ഡോക്ടർ ചോദിക്കുന്നുണ്ട്. അതൊക്കെ പറയാൻ ഡോക്ടർ, ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ ഡോക്ടർക്ക് അറിയാമല്ലോ. ഇത് ഞാൻ തന്നെ ഒതുക്കി തീർത്തോളാം. ഈ വിവരം ഡോക്ടർ ഒരിക്കലും പുറത്ത് പറയരുത്. ഇല്ല ആദർശേ, ഈ വിവരം ഒരിക്കലും എതിരിലൂടെ പുറത്തു പോകില്ല എന്ന് ഡോക്ടർ ഉറപ്പ് പറയുന്നുണ്ട്. എങ്കിൽ ഇത് ഞാൻ തന്നെ ഒതുക്കി തീർത്തോളാം. കുടുംബത്തിന് ഇത്രയും ക്രൂരമായി പ്രവൃത്തി ചെയ്തവരെ ഒരിക്കലും വെറുതെ വിട്ടുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് ദേഷ്യപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് വരികയാണ്. ആദർശ് പുറത്തു വന്ന് ജയനോടും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ജയനും ഇതെല്ലാം കേട്ട് ആകെ നെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അവരായിരിക്കും ചെയ്തതെന്ന് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നെങ്കിലും അനാമിക അവളുടെ വീട്ടുകാരും ഇത്രയും വലിയ ക്രൂരത ചെയ്യുമോ എന്നൊക്കെ ഓർത്ത് ആകെ വിഷമിച്ചിരിക്കുകയാണ് ജയൻ. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അച്ഛാ? ഈ തെളിവുകളെല്ലാം കിട്ടിയ സ്ഥിതിക്ക് അവരെ പോലീസിൽ ഏൽപ്പിക്കട്ടെ. ഇനിയും നമ്മുടെ കുടുംബത്തിൻ്റെ മാനാഭിമാനം നോക്കിയിട്ട് പോലീസിനെ അറിയിക്കാതിരിക്കുന്നത് ശരിയല്ല. അത് വേണ്ട മോനെ, പോലീസിനെ അറിയിച്ചാൽ അനിയുടെ ജീവിതം അതും കൂടി നമ്മൾ ഓർക്കേണ്ടേ എന്നൊക്കെ ജയൻ പറയുമ്പോൾ പിന്നെ ഇത് വെറുതെ വിടണമെന്നാണ് അച്ഛൻ പറയുന്നത്. വെറുതെ വിട്ടാൽ അവർ വീണ്ടും ഇത് ആവർത്തിക്കില്ലേ എന്നൊക്കെ പറയും. ഇത്രയും തെളിവുകൾ കിട്ടിയ സ്ഥിതിക്ക് ഇത് ചെയ്തവരെ ഒരിക്കലും വെറുതെ കിട്ടുകൂടാ എന്നൊക്കെ പറയുകയാണ് ആദർശ്. അവർക്ക് ശിക്ഷ കൊടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ മോനെ. ഇത് പോലീസിൽ അറിയിക്കാതെ തന്നെ ഒരിക്കലും അവർക്ക് ചെയ്യാൻ തോന്നാത്ത രീതിയിൽ നമുക്ക് നല്ലൊരു പണി കൊടുക്കണം. അനാമികയെക്കുറിച്ച് ശരിക്കും അന്വേഷിക്കാതെയാണ് നമ്മൾ വിവാഹം നടത്തിയത്. അവൾ ആരാണെന്ന് അറിയണം. എന്ത് ഉദ്ദേശത്തോടെയാണ് അവൾ വിവാഹം കഴിച്ചത് അതും അറിയണം. അനിമോനെ ജീവിതം തകർന്നല്ല മോനെ. ഇങ്ങനെ ക്രൂരത അവൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ ഒരു ക്രിമിനൽ മൈൻഡുള്ളവളായിരിക്കും. അവളെക്കുറിച്ച് ഒന്നും കൂടി അന്വേഷിക്കണം ആദർശേ. എന്നിട്ട് സകല തെളിവുകളോട് കൂടി വേണം അവളെ പൂട്ടാൻ. ഇനി ഒരിക്കലും അനന്തപുരി തറവാടിൻ്റെ പടി ചവിട്ടാൻ അവൾക്ക് ധൈര്യം വരരുത്. ആ രീതിയിൽ വേണം അവളെ പൂട്ടാൻ. എന്തായാലും ഈ തെളിവുകൾ നീ സൂക്ഷിച്ചു വെക്കണം. ഇതിൻ്റെ പിന്നിൽ അവളാണ് അറിഞ്ഞ സ്ഥിതിക്ക് എല്ലാവരോടും ഒന്ന് സൂക്ഷിക്കാൻ പറയണം. ആ അനാമിക കുറച്ച് ദിവസം കൂടി സന്തോഷിക്കട്ടെ. നമ്മൾ മാലയിട്ടിരിക്കുകയല്ലേ, മാലയിട്ട് തിരികെ വരുന്നത് വരെ അവൾ സന്തോഷിക്കട്ടെ. നമ്മൾ മാലയിട്ട് തിരിച്ചു വരുന്നത് അവളെ പുറത്താക്കുക എന്നൊരൊറ്റ ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം. ഈ നയന മോളോടും നവ്യ മോളോടും ഇക്കാര്യം പറയണം. അച്ഛനോട് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ പറയുന്നുണ്ട് ജയൻ. നയനയോടും നവ്യയോടും ആദർശ് കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് നവ്യയ്ക്കും നയനയ്ക്കും അത് ശരിയാണെന്ന് തോന്നുകയാണ്. ആ സമയത്ത് നവ്യ ചോദിക്കുകയാണ്, ആദർശൻ്റെ അമ്മ ഇക്കാര്യം അറിയണ്ടേ? അമ്മായി തലയിലേറ്റി നടന്ന മരുമകളുടെ സ്വഭാവം എന്താണെന്ന് അമ്മായി അറിയണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് നവ്യ. ശരിയാ, അമ്മ ഇത് അറിയണം. പക്ഷെ ഇപ്പോഴല്ല, ഞങ്ങൾ മല ചവിട്ടി തിരിച്ചു വരട്ടെ. അമ്മയോട് ഇക്കാര്യം പറഞ്ഞാൽ നമ്മൾ കെട്ടിച്ചമച്ചതാണെന്നേ അമ്മ പറയൂ. വെറുതെ എന്തിനാ നാണം കെടാൻ നിൽക്കുന്നത് എന്നൊക്കെ ആദർശ് പറയുന്ന സമയത്ത് നയനയും ശരിയാണെന്ന് പറയുകയാണ്.
അങ്ങനെ ആദർശ് അനിയോടും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ജയനാണെങ്കിൽ മുത്തശ്ശനോടും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ഒരുവിധം ദേവയാനിക്ക് അസുഖമെല്ലാം ഭേദമായിട്ട് ദേവയാനി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിനിടയിൽ അനാമിക ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതൊന്നും കണ്ടില്ല എന്ന് നടിക്കുകയാണ് നയനയും നവ്യയും. അനാമികയും അവളുടെ അമ്മയുടെ അഹങ്കാരമെല്ലാം ഇവിടുത്തെ ആണുങ്ങൾ മല ചവിട്ടി വരുന്നത് വരെയുള്ളൂ എന്നൊക്കെ ചിന്തിക്കുകയാണ് നവ്യയും നയനയും. അതുകൊണ്ട് തന്നെ അനാമിക പറയുന്നതെല്ലാം കണ്ടില്ല എന്ന് നടിക്കുകയാണ് അവർ. അങ്ങനെ മല ചവിട്ടി വന്നതിന് ശേഷം ആദർശ് അനാമികയുടെ എല്ലാ കള്ളത്തരങ്ങളും തെളിവ് സഹിതം പൊളിക്കുന്നുണ്ട്. അനാമികയുടെ കള്ളത്തരങ്ങൾ അറിഞ്ഞ ദേവയാനി വിശ്വസിക്കാനാവാതെ ഞെട്ടിത്തരിക്കുകയാണ്.